ജോസൂട്ടി തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അപജയങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ വെടിപൊട്ടിച്ചത് കെ മുരളീധരൻ തന്നെയാണ്. താൻ കുരുതിക്ക് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് കെ മുരളീധരൻ പറയുന്നതോടൊപ്പം പറഞ്ഞു വെക്കുന്നത് വടകരയിൽ നിന്ന് മാറാൻ പാടില്ലായിരുന്നുവെന്ന് തന്നോട് രമേശ് ചെന്നിത്തല പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ചോദ്യം ഇതിന്റെ ചുവട് പിടിച്ച ഒരു ചോദ്യം സേനാപതിയോടാണ്. നോക്കൂ, തൃശ്ശൂരിലേക്ക് വന്ന് മത്സരിക്കൂ എന്ന് പറഞ്ഞുടൻ തൃശ്ശൂരിലേക്ക് വരുന്നു കെ മുരളീധരൻ. അതിൽ മറ്റൊരു പ്രശ്നത്തിന്റെ വിഷയം കൂടി ഉണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതിന്റെ നാണക്കേട് മറയ്ക്കാനുള്ള ഒരു മറുതന്ത്രം, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആ ചർച്ച അവിടെ അവസാനിച്ചു. മുരളി വന്നതോടുകൂടി മുരളി മാറുകയാണ്. പക്ഷെ മറുവശത്ത് വടകരയിൽ നിന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ശ്രദ്ധിക്കൂ, ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ യുവാക്കളുടെ പ്രതിനിധിയായി, മുസ്ലിം പ്രതിനിധിയായി അവിടേക്ക് കോൺഗ്രസ് കൊണ്ട് നിർത്തുന്നതല്ലേ ഈ ട്രെൻഡ് തന്നെ മാറ്റുന്നതിന് വലിയൊരു തുടക്കമായത്? അതായത് തീർച്ചയായും ഷാഫി പറമ്പിലിൻ്റെ വരവ്, അങ്ങനെ ഒരു നേതാവിൻ്റെ വരവ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ രാഹുൽ വന്നു നിന്ന ഒരു സഹായം, ഇഫക്റ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും? അല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഷാഫി പറമ്പിലിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതുണ്ടാക്കാൻ പോകുന്ന ഒരു സാമൂഹിക ചർച്ച എന്താ? ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സേനാപതി വേണു, ഷാഫി പറമ്പിൽ വന്നതോടെ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യവും ഉറപ്പിക്കാനായി ഒരു യുവനേതാവ് പോരിനിറങ്ങുന്നു എന്നതും ഉറപ്പിക്കാനായി. വലിയൊരു നേട്ടമാണ്, അല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഷാഫി വന്നുണ്ടാക്കിയ മുന്നേറ്റം കെ മുരളീധരൻ അവിടെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഷാഫി വന്നപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ UDF-നുണ്ടായ നേട്ടം കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ്. അല്ല, അതിപ്പോ ആ സ്ട്രാറ്റജി നമ്മുടെ ബഹുമാന്യായ MLA ശ്രീ പാറക്കൽ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അവിടെ വടകരയിൽ മത്സരിക്കേണ്ടിയിരുന്നത് ശ്രീ കെ മുരളീധരനായിരുന്നു എന്നതാണ്. മുരളീധരൻ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MP ആയിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു ബന്ധവും ഒരു കാര്യങ്ങളും. ഇത് വളരെ പെട്ടെന്ന് ഷാഫിയുടെ ഒരു വരവും അതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് വേറെമായി. മറിച്ച് മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാകുമായിരുന്നു. അത് നിശ്ചയമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിന്റെ നിലയൊക്കെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ അതിനു മുമ്പ് ബഹുമാന്യായ ശ്രീ ജോസൂട്ടി ഇവിടെ പറഞ്ഞതിന് ഒരു വിരുദ്ധമായ ഒരു അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പോലെ തിരിച്ചടികളൊന്നും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇതൊരു തുടക്കമല്ല തകർച്ചയുടേതെന്നാണ് പറഞ്ഞത്. അതെ. അപ്പം അല്ല, ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കും. നമ്മള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഒരു 2 മിനിറ്റ് തന്നാൽ മതി പരിശോധിച്ചാൽ എൻ്റെയറായി പാർലമെന്റ് സീറ്റുകൾ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോയ 2 ഘട്ടം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായത്. ഒന്ന് 2004 ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, അന്ന് PC ജോർജ് സാർ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്, ഞങ്ങൾക്ക് ആകെ കിട്ടിയ സീറ്റ് പൊന്നാനിയിൽ അഹമ്മദ് സാഹിബാണ്. മൂവാറ്റുപുഴയിൽ PC തോമസ് മത്സരിച്ച് ജയിക്കുന്നു. ബാക്കി മുഴുവൻ സീറ്റുകളും 18 സീറ്റുകളും ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് പോയൊരു കാലം എന്ന് പറയുന്നത് 2004. അതിനുശേഷം 15 കൊല്ലത്തിന് ശേഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകപക്ഷീയമായി 18 സീറ്റുകൾ കിട്ടുകയും 19 സീറ്റുകൾ കിട്ടുകയും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാവുകയും ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷെ നമ്മൾ നോക്കുക, 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 2019 തനി ആവർത്തിക്കുക. 2004 പ്രത്യേക കാരണമുണ്ടായിരുന്നു, 2019 പ്രത്യേക കാരണമുണ്ടായിരുന്നു. ഒരു പ്രത്യേക കാരണവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇപ്പോ ഇത് മന്ത്രി എന്താ പറഞ്ഞ നമ്മൾ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കിയില് നമ്മുടെ എന്താ പറയുക അപ്പുറത്തുനിന്ന് പോയിട്ടുള്ള ആളാണ്, സാധുവായ മനുഷ്യൻ, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ആലത്തൂരിൽ ജയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരുന്ന ടീച്ചർ മത്സരിച്ചപ്പോൾ ടീച്ചറിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഒരു അധികവും കൂടിയാണ് ഞങ്ങൾക്ക് ആലത്തൂരിൽ ഉണ്ടായ തിരിച്ചടി. ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭാഗ്യം കൊണ്ടൊരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി 8 കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു MBA, അതായത് ഒരു 2000 അല്ല ഒരു 25,000 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു MBA ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് കേരളത്തിൽ CPM ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം.
ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നത് 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഇടതുപക്ഷത്തിന് സ്പേസ് ഉണ്ടായി. മാവേലിക്കരയിൽ നിന്ന് തമ്പാൻ തോമസ്, കോട്ടയത്ത് PC ജോർജ് സാറിന്റെ ഒക്കെ നേതാവ് സ്കറിയ തോമസിനെ തോപ്പിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പ്, വടകരയിൽ KP ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഇന്ദിരാഗാന്ധി മരിച്ച് ഞങ്ങൾ 404 സീറ്റ് ദേശീയ തലത്തിൽ നേടിയ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 8 കൊല്ലം ഭരണം നടത്തുന്ന ഇടതുമുന്നണിയുടെ സ്പേസ് കേരളത്തിൽ പോയി. ഇടതുമുന്നണി തിരിച്ചറിയണം. ഇടതുമുന്നണി ഇത് ബംഗാളിന്റെ തുടർച്ചയാണ്, ഒരു സംശയവും വേണ്ട. അത് ഇടതുമുന്നണി തിരിച്ചറിയണം. കാരണം ഒരു പാർലമെന്റ് അംഗത്തെ പോലും ജയിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ആറ്റിങ്ങലിൽ ഇവർ വലിയ പോരാട്ടമൊക്കെ നടത്തിയില്ലേ? പോരാട്ടം നടത്തി അവസാനം അടൂർ പ്രകാശ് ജോയിയിൽ നിന്ന് 1716 വോട്ട്, 1700 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞില്ല. ഈ സ്പേസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. അതായത് തമിഴ്നാട്ടിൽ കുറേ നാളുകളായി BJP അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. അവിടെ ADMK ഉണ്ടാക്കുന്ന അസാന്നിധ്യം, അവരുടെ സ്പേസിൽ കയറി വരിക ഇത്തവണ അത്ര നേട്ടം ഉണ്ടാക്കാൻ വിജയിച്ചില്ല എങ്കിൽ പോലും വോട്ടിംഗ് ശതമാനത്തിൽ അസാധ്യമായി കാത്തിരിക്കലാണ്. ഫലത്തിലേക്ക് എത്തിച്ചേർന്നത്. അതെ, രണ്ടിൽ നിന്ന് 302 എത്താൻ 30 വർഷത്തോളം കാത്തിരുന്ന ഒരു പാർട്ടിയാണ്. നേരത്തെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളെ പോലെ തോൽവി ഏറ്റുവാങ്ങിയവർ ആരാണുള്ളത്? തൃശ്ശൂരും അങ്ങനെ. അതെ, തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് ഉയർത്തെഴുന്നേൽക്കുക എന്നത് BJPയെ സംബന്ധിച്ച് അത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ BJP വിശ്രമിക്കുകയല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് എവിടെയാണ് നടക്കുന്നത്? അതിനുള്ള തീർച്ചയായും അതിനുള്ള ഹോംവർക്കിലേക്ക് കടക്കുകയാണ്. അവിടെ തന്നെ നിന്ന് അവരുടെ പൾസറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് ഈ വിജയം ഇപ്പോൾ സ്വന്തമാക്കിയത് എന്നോർക്കണം. നമുക്ക് മറ്റൊരു ഇടവേള കൂടി അനിവാര്യമാണ്. ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. നാളെ മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് നാളെ ചേരുന്നുണ്ട് എന്നാണ്. നാളെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാബിനറ്റ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്ന ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇനി രാജ്യ തലസ്ഥാനം നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക്, ഉദ്യോഗജനകമായ നീക്കങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. നമ്പറുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുന്നു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും NDA 296 എന്ന ഒരു മാജിക് നമ്പറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പുള്ളത്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ 5 സീറ്റെങ്കിലും നേടിയിരുന്നുവെങ്കിൽ അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കാമായിരുന്നു. ഒരു സീറ്റെങ്കിലും അധികം നേടിയിരുന്നുവെങ്കിൽ പിന്നെയും നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഞങ്ങൾ സീറ്റെണ്ണം കൂടി ഇരട്ടി വർദ്ധിപ്പിച്ചെന്നൊക്കെ പറയാമായിരുന്നു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാമായിരുന്നു. പിണറായി വിജയന് കരുത്തനായി തുടരാമായിരുന്നു. പക്ഷേ ഇതിപ്പോ വോട്ട് ശതമാനം പോലും കുറഞ്ഞോ എന്ന അവസ്ഥയിൽ പരിശോധിക്കേണ്ടത് മാത്രമല്ല, വോട്ട് ശതമാനം കൂടിയാലും നോക്കേണ്ട ചില കാര്യങ്ങൾ കൂടി കൃഷ്ണ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ധർമ്മടത്തുൾപ്പെടെ പിന്നിലേക്ക് പോവുക എന്നതിൻ്റെ സന്ദേശം കൃത്യമാണ്. എവിടെയാണ് ജനം വിധി എഴുതിയത് അല്ലെങ്കിൽ എത്തരത്തിലാണ് ജനം ചിന്തിക്കുന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ്. ധർമ്മടത്തുൾപ്പെടെ പിന്നിലേക്ക് പോകുന്നു CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുമ്പോഴാണ് അവിടെ ചിന്തിക്കേണ്ടത്. അതാണ്. അപ്പോൾ ബലദേവ് സച്ചിദാനന്ദൻ, അതായത് അങ്ങ് കുറേ കാര്യങ്ങൾ അതേ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഉറക്കെ പറയുന്ന കൂട്ടത്തിലാണ് ചർച്ചകളിൽ പലപ്പോഴും. ഈ പരാജയം, അതായത് കനൽ ഒരു തരി ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറി എന്നതൊഴിച്ചാലുള്ള കനത്ത പരാജയത്തിൽ ആശങ്കയുണ്ടോ? ഞങ്ങള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ. ആ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് 19 സീറ്റ് കിട്ടി. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, തിളക്കമാർന്ന വിജയമാണ്. ആ രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വിജയം. മറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് 5-6 സീറ്റാണ് പ്രതീക്ഷിച്ചിരുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ളവരെ മത്സരിച്ച് പരാജയപ്പെട്ടു. നേരത്തെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൊല്ലത്ത് പരാജയപ്പെട്ടു. അപ്പോൾ പരാജയം ഉൾക്കൊള്ളുന്നു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ ധർമ്മടം, മട്ടന്നൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നോട്ട് പോവുകയും അവിടെയൊക്കെ കോൺഗ്രസ് ലീഡുകയും ചെയ്തു. പരാജയം തന്നെയാണ്. പക്ഷെ അത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്നടിയുന്നതൊന്നുമല്ല. കാരണം 2019 ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അതിനുശേഷം 2020 വന്ന തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിരുന്നല്ലോ. അന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ശബരിമല എന്നൊരു ട്രെൻഡ്. തീർച്ചയായും അത് വലിയൊരു ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ഓരോ രാഷ്ട്രീയ സാഹചര്യമുണ്ട്.
ആ 2019 ട്രെൻഡ് കൃത്യം ഒരു വർഷം തികഞ്ഞില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് മാറി, LDF അനുകൂലമായിട്ട് വന്നു. 2021 ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മുന്നണി അധികാരത്തിലുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴെങ്കിലും അതെ ധർമ്മടത്തോ മട്ടന്നൂരോ തളിപ്പറമ്പിലോ അല്ല നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അല്ലാതെ മറ്റെന്ത് ട്രെൻഡാണ് LDFനെതിരെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പറയാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? തോറ്റതാരൊക്കെയാണ്? തോമസ് ഐസക്, കെ ശൈലജ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ദേശീയ തലത്തിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ മുന്നണിക്ക് കഴിയൂ എന്നുള്ളൊരു ബോധം സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. നമ്മൾ കേരളത്തിൽ എന്താണ് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പും എടുക്കുക, 1-2 തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ച് കൂടുതൽ പ്രാവശ്യവും കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് മുന്നണിക്കാണ്. ഇടതുപക്ഷ മുന്നണിക്ക് 2004 അങ്ങനെ 1-2 പ്രാവശ്യം മാത്രമാണ് 10-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പ്രാവശ്യം 20 സീറ്റ് UDFന് കിട്ടിയ സമയം വരെ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ? ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ശക്തമായ ഒരു ബദലാവാൻ കഴിയുമെന്നുള്ള സാധാരണഗതിയിലുള്ള ചിന്താഗതിയുള്ള മനുഷ്യർക്ക് ആ ഒരു ചിന്താഗതിയുണ്ട്. അത് ഒരു പരിധിവരെ. പിന്നെ പരിപൂർണമായിട്ട് ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 8 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെതിരെ സ്വാഭാവികമായിട്ടൊരു ആന്റി ഇൻകംബൻസി ഉണ്ടാകും. ആ വികാരം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പരിപൂർണമായിട്ട് ഞാൻ തള്ളിക്കളയുന്നില്ല. വിശേഷിച്ചും ഈ അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന ഇടതുമുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉണ്ടായിരിക്കുന്ന ചില ആരോപണങ്ങൾ, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ കുറെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ പ്രധാന കാരണം ഇടതുമുന്നണിക്കെതിരെയുള്ള ഒരു വികാരം മാത്രമല്ല, ദേശീയ തലത്തിൽ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ UPയിലൊക്കെ എന്താ സംഭവിച്ചത്? അവിടെയൊക്കെ ദേശീയ തലത്തിൽ അവിടെയുള്ള ഇതിന്റെ പൈസ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മുസ്ലിങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടെ BJP പിന്നിൽ പോയി. അവിടെയൊക്കെ സംഭവിച്ചത് എന്താ? ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാര് വളരെ അധികമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടോ നിന്നു. അതാണ് നമ്മൾ UPയിൽ കണ്ടത്. UPയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടതാണ് ഇന്ത്യ മുന്നണി അത്രയും മുന്നോട്ട് പോയത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മണ്ഡലത്തിലും നമുക്കറിയാം 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം വരെയൊക്കെ 10 ലക്ഷം വോട്ട് എടുത്താൽ ഒരു 30% ക്രിസ്ത്യൻ മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ടുകൾ വരും. ആ വോട്ടുകൾ അങ്ങനെ മാറി ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു പുരോഗതിയിലേക്ക് വരാൻ കഴിഞ്ഞു. ഭരണവും പിടിക്കാമായിരുന്നു. കാരണം 2 സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ അലയൻസ് ഇല്ലായിരുന്നു, ഒഡീഷയിൽ അലയൻസ് ഇല്ലായിരുന്നു, പശ്ചിമ ബംഗാളിൽ കുറെ കൂടെ സീറ്റ് മെച്ചപ്പെടുത്താമായിരുന്നു കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പലയിടത്തും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണിയായിട്ട് അടിയുറച്ചു നിന്നത് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിലാണ്, പ്രധാനമായിട്ടും തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ 39 സീറ്റ് വിജയിച്ചു. അവിടെ പരിപൂർണമായ അലയൻസ് ഉണ്ടായിരുന്നു. മറ്റ് പലയിടത്തും സഖ്യങ്ങൾ രൂപീകരിച്ചെങ്കിലും പരിപൂർണമായ അലയൻസിലേക്ക് പല സംസ്ഥാനങ്ങളിലും പോയില്ല. പുറമേ സഖ്യമൊക്കെ ഉണ്ടായിരുന്നു, ഉള്ളിൽ അണികൾ തമ്മിൽ എഴുതിച്ചേർന്നില്ല. അപ്പം ഇടതുപക്ഷ മുന്നണിയുടെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതിനകത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഒരു സീറ്റ്, ഒരു ഇതിൽ ഞങ്ങൾക്ക് പറയാം, തിരിച്ച് ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് ആർക്കാണ്? ഇവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെ തന്നെ പറയും എന്ന് നമുക്കറിയാം. ഏതായാലും അങ്ങനെയൊക്കെ വരാം. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ കേരള രാഷ്ട്രീയം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പ്രൊഫസർ ജോസൂട്ടിയിലേക്ക് ഒന്നുകൂടി പോകാം. വളരെ വേഗം നമുക്ക് പ്രൊഫസർ ജോസൂട്ടി, അതായത് BJPക്കുണ്ടായ കുതിപ്പ് അത് വിജയം കൊണ്ട് മാത്രമല്ല, വോട്ട് ഷെയർ കൊണ്ടുകൂടി ഉണ്ടായ കുതിപ്പ്. എല്ലാ മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിലേറെ ഏകദേശം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്ന വയനാട് ഉൾപ്പെടെ. CPMന്റെ തകർച്ച അല്ലെങ്കിൽ LDFനുണ്ടായ ക്ഷീണം, UDFന് ഉണ്ടായ നിലനിർത്താൻ ഉണ്ടാക്കിയെടുത്ത അവരുടെ സ്ട്രാറ്റജി, ഇതെല്ലാം ചേർത്ത് വളരെ പെട്ടെന്ന് ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും ഈ CPMന്റെ പാടെ തകർന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം 20 മണ്ഡലങ്ങളിൽ ഒരിടത്ത് CPM ആണ് 1-ാം കക്ഷി, ബാക്കി 18 സ്ഥലങ്ങളിലും ഇടതുപക്ഷം 2-ാം കക്ഷിയാണ്. തിരുവനന്തപുരത്ത് മാത്രമാണ് CPM അല്ലെങ്കിൽ LDF CPI 3ാമത് വന്നിട്ടുള്ളത്. ഈ 18 സ്ഥലങ്ങളിൽ 2ാമത് നിൽക്കുകയും ഒരു സ്ഥലത്ത് 3ാമത് നിൽക്കുകയും ഒരു സ്ഥലത്ത് 1ാമത് നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, മുന്നണിക്ക് കേരളത്തിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഘടനാപരമായി തെറ്റായ ഒരു വിലയിരുത്തലാണെന്ന് ഞാൻ പറയുന്നത്. സ്പേസ് ഇല്ലാന്നല്ല, ഒരു ട്രെൻഡ് മാറുന്നു എന്നതിന്റെ സൂചന. അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞില്ല, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതല്ല, പൂർണ്ണമായും ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പോയി ഇതെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. അങ്ങനെയല്ല ചിത്രത്തിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യം കേരളത്തിൽ ഉണ്ട്. ഇതിലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ സംഭവിച്ചതാണ്. ഇനി അത് ഞാൻ പറയട്ടെ, അതുകൊണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് തെറ്റായ ഒരു മനസ്സിലാക്കലായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ആധികാരികമായ വിജയമാണ്. പക്ഷേ അത്
BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള വളരെ ഹാർഡ് വർക്കിന്റെയും മറ്റുമൊക്കെ ഒരു ഫലം കൂടിയാണ്. അല്ലെങ്കിൽ അതല്ല BJP ആശയപരമായി കേരളത്തിൽ ഒരു സാന്നിധ്യം മൊത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുമായിരുന്നു, മറ്റു പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ BJPക്ക് വന്നിട്ടുള്ള വോട്ടിന്റെ വർധനവും സ്വാധീന കൂടുതലിനെ ഞാൻ ചെറുതായി കാണുന്നില്ല. കേരളത്തിൽ അത് BJPക്ക് ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ കേരളത്തിലെ BJPയുടെ ആ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ദേശീയ രാഷ്ട്രീയം കൂടെമായി കൂട്ടിക്കെട്ടി വായിക്കുമ്പോൾ അത് എത്രമാത്രം വരും കാലങ്ങളിൽ BJPക്ക് മുതലാക്കുവാൻ കഴിയും എന്നുള്ളൊരു വലിയ ചോദ്യവും അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ശരി, നമുക്ക് ചർച്ചയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. BJP നേതാവ് യുവരാജ് ഗോകുലിനൊപ്പം ചേരുവൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ഈ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും നേരിട്ട് പോയി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്ന ഗൗതം നാരായണൻ കൂടി ചേരും. ആദ്യം ഗൗതമിലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. അല്ല, ഗൗതമിലേക്ക് പോകുന്നതിന് മുമ്പ് യുവരാജ് ഗോകുലിലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, യെസ്. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഭരണത്തിലേക്ക് മൂന്നാം ഊഴം ഉറപ്പിക്കുന്ന ഒരു ഘട്ടം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സത്യപ്രതിജ്ഞാ തീയതികൾ വരെയൊക്കെ 5-നും 9-നും ഇടയ്ക്ക് ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നു. ഒപ്പം നാളെ NDA യോഗം വിളിക്കുന്നതിൽ നിതീഷ് കുമാർ ആയിരുന്നു ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചത്. അത് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, നിതീഷ് കുമാർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന തരത്തിലേക്കൊക്കെ വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ ഇങ്ങനെ ട്വിറ്ററിലും ഒക്കെ ഇങ്ങനെ പോസ്റ്റുകൾ ധാരാളമായി വന്നിരുന്നു. എന്നാൽ അത് അദ്ദേഹം തന്നെ തിരുത്തിയിരിക്കും. നാളത്തെ NDA യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന നിസംശയം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ ആ ഒരു ആശങ്ക, ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ അവിടെ അസ്തമിക്കുന്നു എന്ന് പറയാൻ. നിതീഷിനെ ഇങ്ങെടുക്കാം. അതെ, നിതീഷിനെ മമത നേരത്തെ പ്രഖ്യാപിച്ചുവല്ലോ പ്രധാനമന്ത്രിയായിക്കോളൂ. പക്ഷെ അതിന്റെ നിതീഷ് കുമാറിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ രണ്ട് കക്ഷികളും ഞങ്ങൾ ഇപ്പുറത്ത് തന്നെ ഉണ്ടാകും. അതിന്റെ വലിയൊരു അപകടം നിതീഷ് കുമാറിന് ബുദ്ധിമാനാണല്ലോ, അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. സ്ഥിരതയില്ലാത്തൊരു സർക്കാരിന് താൻ കാരണം ഒരു രൂപം കൊടുത്താൽ താൻ തന്നെ പിന്നീട് അതിൽ അനുഭവിക്കുമെന്ന കൃത്യമായ ധാരണ നിതീഷിനുണ്ട്. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായത് അല്ലെങ്കിൽ വലിയ തേരോട്ടങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഇടം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് അറിയേണ്ടത്. ഗൗതമുണ്ട്. ഗൗതം, ഉത്തർപ്രദേശിൽ യാത്ര ചെയ്തിരുന്ന ആളാണ്, ഉത്തർപ്രദേശ് രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് താങ്കൾ. ഉത്തർപ്രദേശ് BJPയുടെ ഒരു പവർ ബാങ്കായി മാറുമെന്ന് ചിന്തിച്ചിടമാണ്. 60-ലധികം സീറ്റുകൾ സ്വന്തമാക്കി വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിടമാണ്. അവിടെ സ്മൃതി ഇറാനിക്ക് കാലിടർന്നു. അയോധ്യയിൽ BJPക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഉത്തർപ്രദേശ് പ്രതീക്ഷിച്ചത്ര ഉയരാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ പൂർവാഞ്ചൽ മേഖല, BJPക്ക് എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള ചില മേഖലകളാണ് പൂർവാഞ്ചൽ മേഖല. അവിടെയൊക്കെ SP-യുടെ ഒരു മേൽക്കൈയുണ്ട്. അവിടെ കോൺഗ്രസ് അല്ല നേട്ടമുണ്ടാക്കുന്നത്, SP ആണ്. SP-യോടൊപ്പം നിന്ന കോൺഗ്രസിനും അതിൻ്റെ ഫലം അവരും കൂടി അനുഭവിക്കുന്നു എന്നത് മാത്രമാണുള്ളത്. കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. രാഹുൽ വിജയിച്ചുവെങ്കിൽ പോലും അവിടെ SP-യോടൊപ്പം നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പിന്തുണ മാത്രമാണ്. തമിഴ്നാട്ടിൽ എങ്ങനെയാണോ DMK-യോടൊപ്പം നിന്നപ്പോൾ കോൺഗ്രസിന് ഗുണമുണ്ടായത്, സമാനമായ ഒരു ഗുണമാണ് UP-യിലും ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഗൗതം UP-യിലെ ഒരു സാഹചര്യം? എന്താണ് അവിടെ ഉണ്ടായത്? വീണ്ടും UP ഒരു കാസ്റ്റ് പൊളിറ്റിക്സിന്റെ മണ്ണായി മാറിയതാണോ ഇതിന്റെ കാരണം? ഗൗതം. ഉമേഷ്, 2014 മുൻപ് കാസ്റ്റ് പൊളിറ്റിക്സ് വളരെ സജീവമായിരുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വളരെ സജീവമായി ജാതി രാഷ്ട്രീയം ഉത്തർപ്രദേശിൻ്റെ മണ്ണിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യം ഇപ്പോൾ അവിടെ നേടിയിരിക്കുന്ന വിജയം. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിലൊന്ന്, BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കാസ്റ്റ് റിസർവേഷനുകൾ പൂർണ്ണമായി എടുത്തു കളയുമെന്നത് സംബന്ധിച്ച്. ഒപ്പം 400 സീറ്റോളം BJPക്ക് ലഭിച്ചാൽ ഭരണഘടന തിരുത്തുമെന്നും അങ്ങനെ ഭരണഘടന തിരുത്തിയാൽ അത് BR അംബേദ്കറുടെ ആശയങ്ങളെ ഉൾപ്പെടെ എടുത്തു കളഞ്ഞ് ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള വലിയൊരു പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമാകും അത് തുടങ്ങിയ പ്രചരണങ്ങൾ. അതായത് കാസ്റ്റ് രാഷ്ട്രീയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രചരണം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും BSPയും ഒക്കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തിയിരുന്നു. അതിനെ പ്രതിരോധിക്കാനാണ് ഹിന്ദുത്വ ദേശീയത വളരെ ശക്തമായി ഉത്തർപ്രദേശിൽ BJP ഇത്തവണ എടുത്തു പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം 2014 മുതൽ ഈ ജാതി രാഷ്ട്രീയത്തെ BJP പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഈ ദേശീയത ഉപയോഗിച്ചുകൊണ്ടാണ്. 2014 മുതൽ 24 വരെ എന്ന് പറയുമ്പോൾ 10 വർഷങ്ങൾ കടന്നു പോകുന്നു. ഇതിനിടയിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ വന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയാണ് ഉത്തർപ്രദേശിൽ വിജയിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, വീണ്ടും 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 22 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ശിലാപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ഇതിലെല്ലാം BJP ഈ കാസ്റ്റ് പൊളിറ്റിക്സിനെ പൂർണ്ണമായി
പൂർണ്ണമായി വൈപ്പ് ഔട്ട് ചെയ്യുവാൻ ദേശീയത ആളിക്കത്തിച്ചിരുന്നു. പക്ഷെ അത് ഈ ഘട്ടത്തിൽ വീണ്ടും ജാതി രാഷ്ട്രീയം അല്പം മേൽക്കൈ നേടി എന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം മറ്റു ചില വിഷയങ്ങൾ അതും ജാതീയപരമായി തന്നെ ബന്ധപ്പെടുന്നതാണ്. കാരണം ഹരിയാനയിലൊക്കെ ജാട്ട് സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ബി ജെ പിക്ക് മേലൊരു പ്രഷറായി ഉയർന്നു വന്നു. പക്ഷേ ബി ജെ പി ഒരിക്കലും ഈ ജാതിയുടെ പേരിൽ ഒരാളെ ഇന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നൊരു സമീപനം എടുക്കാത്തതിനാൽ മനോഹർലാൽ ഖട്ടറിനെ മാറ്റണമെന്നതായിരുന്നു ജാട്ട് സമുദായത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതിനുശേഷം ഖട്ടറിനെ മാറ്റി അവിടെ സൈനിയെ പരീക്ഷിക്കുമ്പോഴും അദ്ദേഹവും ജാട്ട് സമുദായത്തിൽ നിന്നുള്ളതല്ല. അത് ഹരിയാനയിലും ഈ പശ്ചിമ ഉത്തർപ്രദേശിലുമൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറി. അപ്പോൾ സ്വാഭാവികമായും ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു മടങ്ങിവരവാണ്. അത് ബി ജെ പി കൃത്യമായി തന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷേ നമുക്കറിയാം ബി ജെ പി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നാളെ ജാതി രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ബി ജെ പി ഒരിക്കലും ശ്രമിക്കില്ല. അവർ സ്വാഭാവികമായും ആ ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇത് അപകടകരമായ ഒരു പൊളിറ്റിക്സ് ആണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതല്ല, അത് വളരെ ശക്തമായി തിരിച്ചു വരാൻ സാധ്യതയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റ കാര്യം കൂടി അതിനോടൊപ്പം ചേർത്തുകൊണ്ട് മായാവതിയുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ കൃത്യമായി സ്വാധീനിക്കുകയും പറഞ്ഞ പോലെ ദളിത് വോട്ടുകളെ ഏകോപിക്കുകയൊക്കെ ചെയ്തിരുന്ന മായാവതിയുടെ ഒരു അസാന്നിധ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ എസ് പിക്ക് സഹായകമായി മാറിയെന്ന് കൂടി ചിന്തിക്കേണ്ടതും. ഉമേഷ്, മായാവതിയുടെ വോട്ടുകൾ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു കാണേണ്ടത് BSP 1 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. അതായത് 400 നിയമസഭാ മണ്ഡലങ്ങളുള്ളൊരു സംസ്ഥാനത്ത് ഏതാണ്ട് 4 തവണ മുഖ്യമന്ത്രിയായ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മായാവതിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് 404 അംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ ലഭിച്ചത്. അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BSP തകർന്നടിഞ്ഞിരുന്നു. പക്ഷേ അന്നേരപ്പോൾ BSPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായിട്ടുള്ള ദളിത് വിഭാഗം, ആ 20% ഉത്തർപ്രദേശിൽ വരുന്ന ദളിത് വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതാണ് BJPക്ക് കഴിഞ്ഞ നിയമസഭയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉത്തർപ്രദേശിൽ വലിയ മേൽക്കൈ നേടാൻ സാധിച്ചത്. കാരണം ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ദളിത് പിന്നോക്ക വോട്ടുകൾ ഏതാണ്ട് ഉത്തർപ്രദേശിൽ 20%-ഓളം വരുന്ന വോട്ടാണ്. അത് കൃത്യമായി തന്നെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് മായാവതിയുടെ വോട്ടുകൾ BSPക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. BSP അവിടെ ഒരു മുന്നേറ്റവും നടത്തുന്നില്ല. പക്ഷേ BJPക്ക് പോയ ദളിത് പിന്നോക്ക വോട്ടുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യത്തിന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഇന്ത്യ സഖ്യം നടത്തിയ തെറ്റായ പ്രചരണം, അതായത് കാസ്റ്റ് റിസർവേഷൻ എടുത്തു കളയുമെന്ന അതിഭീകരമായ പ്രചരണം. നമ്മൾ ഉത്തർപ്രദേശിൽ പോയപ്പം അവിടുത്തെ BJP നേതൃത്വം തന്നെ പറഞ്ഞത് ഏതാണ്ട് 10,000-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസും SPയും രൂപീകരിച്ചിരുന്നു. ഈ വാട്സപ്പിലൂടെ തുടർച്ചയായി മെസ്സേജുകൾ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ റിസർവേഷൻ റദ്ദാക്കാൻ പോകുന്നു, 400 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന തിരുത്താൻ പോകുന്നു. ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. ഒപ്പം ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ കൃത്യമായി ആളുകളിലെ എത്തിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നണിയും ഉത്തർപ്രദേശിൽ വിജയിച്ചു എന്നുള്ളതാണ്. അതാണ് UPയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചടി. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇതിനെ വലിയ തിരിച്ചടിയായി നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമാണ് തുടർച്ചയായി 3-ാം തവണയും ഭരിക്കുവാനുള്ള നമ്പർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി ആ ഒരു ലിസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 1951-ലും 57-ലും 62-ലും നെഹ്റുവിന് തുടർഭരണം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും 2 ടേം കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി 2 ടേം വരെ എത്തിയിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി 10 വർഷക്കാലം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചു. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരു ചെറിയ നമ്പറിൻ്റെ വ്യത്യാസം, ഏതാണ്ട് 30 നമ്പറുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നെഹ്റുവിന് ശേഷം 3-ാം തവണയും തുടർഭരണത്തിലേക്ക് കയറുന്ന ഭാരതത്തിൻ്റെ മറ്റൊരു പ്രധാനമന്ത്രി എന്ന സവിശേഷത കൂടി ഇനിയും നരേന്ദ്രമോദിക്ക് സ്വന്തമാണ്. ശരി, യുവരാജ് ഗോകുലിലേക്ക് പോകാമെന്ന് തോന്നുന്നു. യുവരാജിന് എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇതിൽ കൂടുതൽ പറയാനുണ്ടോ? യുവരാജ്, ഇല്ല, അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്തൊന്നും പറയാനില്ല. നമുക്ക് അതിനകത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഉത്തർപ്രദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ആധികാരികമായിട്ട് പറയുന്നതിനകത്ത് റിസൾട്ട് വന്നിട്ട് അല്പസമയമല്ലേ ആയുള്ളൂ. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ എക്സിറ്റ് പോളുകളും ഏജൻസികളും എല്ലാം തന്നെ ഉത്തർപ്രദേശിൽ 60-ന് മുകളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് ഏതാണ്ട് 40-ന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടി, BJP തോറ്റു എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. ഇപ്പൊ രാജസ്ഥാൻ ഉദാഹരണം എടുക്കാം. 25 സീറ്റുള്ള രാജസ്ഥാനിൽ BJP 14 സീറ്റ്, അതായത് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിച്ചിരിക്കുന്നത് BJP ആണ്.
ഇപ്പൊ ഹരിയാനയിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞു. 10 സീറ്റിൽ 5 സീറ്റ് 50% സീറ്റ് BJP ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UP-യിലും BJP 39 സീറ്റ് ആയിരിക്കും, പക്ഷെ എന്നാൽ പകുതിയോടടുത്ത് 49% സീറ്റ് NDA മുന്നണി ജയിക്കുന്ന സാഹചര്യം UP-യിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് തിരിച്ചടിയാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുകയും ആ ബെഞ്ച് മാർക്ക് വളരെ വലുതായി പോവുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതുണ്ടെങ്കിൽ ഇതൊരു വലിയ വിജയം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 10 വർഷങ്ങൾ UPA സർക്കാർ ഭരിച്ചു നമ്മുടെ നാട്, 2004 തൊട്ട് 2014 വരെ. മൂന്നാമത്തെ ടൈം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് നേരിടുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് അവർ പോയത്. കാരണം 10 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഭരിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന ആന്റി ഇൻകംപൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ആന്റി ഇൻകംപൻസി ഉണ്ടായിട്ടില്ല. ഒരു നിമിഷം ബിജെപിയുടെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. ആംബിയൻസ് സഹിതം ഒന്ന് നമുക്ക് കാണാം. PCR അവിടുത്തെ ആവേശം. അപ്പൊ യുവരാജ് തുടരൂ. അല്ല, പിന്നെ മറ്റൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഇപ്പൊ BJPക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഇത്രയധികം നീട്ടിക്കൊണ്ടുപോകുന്നു, ഈ ചൂട് സമയത്ത് വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്നു, പോളിംഗ് വലിയ രീതിയിൽ കുറയുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ഈ ചൂട് അവസാനത്തെ ഫേസ് ഒക്കെ എത്തിയപ്പോഴേക്ക് ഏതാണ്ട് 40 ഡിഗ്രി 45 ഡിഗ്രിയൊക്കെ ചൂട് അവിടെ ഉണ്ടാവുകയും 60% താഴേക്ക് പോളിംഗ് വരികയും ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അവസാന ദിവസം പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് 2-3 പാഠങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഒരു കാര്യം അതാണ്. അതായത് ഇത്രയും ചൂട് സമയത്ത് കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ വെക്കുന്നതായിരുന്നു, കുറച്ചുകൂടി നേരത്തെ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് കുറെയൊക്കെ പോളിംഗ് കുറയാൻ കാരണമായത് എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ UP-യിൽ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു വശത്ത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 294 സീറ്റുകളോട് കൂടി ഒരു മുന്നണി അധികാരത്തിലേക്ക് വരികയാണ്. ഇത് ശരിക്കും ആഘോഷിക്കേണ്ടുന്ന കാര്യമാണ്. BJPക്ക് മാത്രമായിട്ട് 240 242 സീറ്റുകൾ ആ ഒരു റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. എന്നാലും ഇനി അതിൽ നിന്ന് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും ലീഡോടുകൂടി അല്ലെങ്കിൽ ഇത്രയും സീറ്റോടുകൂടി ഈ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇത് ആഘോഷിക്കേണ്ട സമയം തന്നെയല്ല. അല്ലാണ്ട് നമ്മളിപ്പോ 400 കിട്ടിയില്ല, 450 കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ വിഷമിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. 2014 മുമ്പ് വരെയും ഒരു പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളും ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് 2014 വന്നത്, 2019 ആ ചരിത്രം ആവർത്തിച്ചത്, 2024 അതിന്റെ തൊട്ടടുത്ത് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ 2009 മൻമോഹൻ സിംഗ് രണ്ടാമത് ജയിക്കുമ്പോൾ 200 സീറ്റുകൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അത് സിംഗ് സിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയ വാഴ്ത്തുപാട്ടുകളായിരുന്നല്ലോ നമ്മുടെ മാധ്യമങ്ങളെ. ഇപ്പോഴും മോദി രാജാവ് തന്നെയാണ്, മോദി ഈസ് കിങ് എന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാം നമുക്ക്. കാരണം BJPയുടെ ബേസ് അത്രയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒറീസ പോലെ BJP ഇന്ന് വരെ കടന്നു ചെന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ അധികാരം നേടുന്ന സാഹചര്യം. 21 പാർലമെന്റ് സീറ്റുകളിലെ 19 തൂത്തുവാരുന്ന സാഹചര്യം. കേരളം പോലെ BJPക്ക് ബാലികേറാമല എന്ന് വിശേഷിപ്പിച്ച സ്ഥലത്ത് 75,000-ലധികം വോട്ടിന് ഒരു സീറ്റ് ജയിക്കുന്നു എന്ന് മാത്രമല്ല, 2 സീറ്റുകൾ വളരെ ക്ലോസ് കോൺടസ്റ്റിൽ 15,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം കേരളത്തിൽ പോലും 2 സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. മറ്റൊരു സീറ്റിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം എത്തുന്നു ആലപ്പുഴയിൽ. അപ്പോ ഒന്ന് ഇടപെടുകയാണ്, ബുദ്ധിമുട്ട് തോന്നരുത്. പ്രധാനമന്ത്രി താങ്കൾ പറഞ്ഞ പോലെ ഇത് ചെറിയ വിജയമായി ആരും കാണുന്നില്ല. 293 എന്ന സംഖ്യയൊക്കെ മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വലിയ സംഖ്യ തന്നെയാണ്. ആഘോഷം BJP ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ആഘോഷം ഏറ്റുവാങ്ങുകയാണ്. പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരോട് സംസാരിക്കുകയാണ്, ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. തീർച്ചയായും അതെ, നേരത്തെ യുവരാജ് പറഞ്ഞൊരു വാക്കാണ് പ്രസക്തമാകുന്നത്. മൂന്നാമത് ഭരിക്കുന്ന 10 വർഷം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് 292 എന്നത് ഒരു ചെറിയ നമ്പർ അല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബെഞ്ച് മാർക്ക്, ഭൂരിപക്ഷം കടന്നല്ലോ. കേവലം കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു ബെഞ്ച് മാർക്ക് പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ BJP എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരുന്നു. അത് ചാസോപ്പാർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രം ഒരു 350 മേൽ ഒരു നമ്പറിലേക്ക് എത്തും BJP എന്നത്. BJP ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു ക്ഷീണം എന്ന നിലയ്ക്ക് തോന്നുന്നു. നോക്കൂ, അതല്ലായിരുന്നുവെങ്കിൽ BJP ആയിരുന്നില്ല ഭരിക്കുന്നത്. ഇപ്പോൾ അധികാരത്തിലേക്ക് വരികയാണ് BJP എങ്കിൽ ഇത് വർണ്ണാഭമായ ഒരു വിജയമാണ്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ അതെ,
തീർച്ചയായും. കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷിയോ സഖ്യമോ അധികാരത്തിലേക്ക് എത്തും. സ്വാഭാവികമാണ്. അതെ അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെ, യുവരാജ് ചേരുന്നുണ്ട്. യുവരാജ്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വിജയമൊന്നുമല്ല, അത് വലിയ വിജയമാണ്. മൂന്നാം ടൈമിലേക്ക് എത്തുമ്പോൾ ഈ നമ്പർ, കേവല ഭൂരിപക്ഷം എന്ന നമ്പർ മറികടന്നുകൊണ്ട് കൂടുതൽ നമ്പറുകൾ പെട്ടിയിലാകും അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് വരിക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് അതിൻ്റെ എല്ലാവിധ ബഹുമാനത്തോടും കൂടിയും അത് പറയുന്നു. മാത്രമല്ല പാർട്ടി ആസ്ഥാനത്തെ ആഘോഷം, അത് എത്രത്തോളം ആത്മവിശ്വാസം BJPക്ക് വീണ്ടും നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയ ശേഷം ഡൽഹി ആസ്ഥാനത്ത് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാളെ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നു. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വോട്ട് ചെയ്ത ജനങ്ങൾക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ യുവരാജ്, നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് കാണേണ്ടതുണ്ട്. ഒന്ന്, 1998 99 BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് എത്ര സീറ്റാണുള്ളത്? 180 സീറ്റുകൾ മാത്രമാണുള്ളത്. അത് കഴിഞ്ഞ് 2004 BJPക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന കോൺഗ്രസിന് 144 സീറ്റുകൾ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അവർ കുറച്ചെന്തോ 5-6 സീറ്റ് കൂടി ജയിക്കുന്ന, ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ വലിയ വിജയം എന്ന് പറഞ്ഞ് വന്ന 2009 പോലും 205 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അത് അവരുടെ മാക്സിമം ആണ്, അവരുടെ ഇന്നത്തെ കോൺഗ്രസിന്റെ മാക്സിമം ആണ് അതൊക്കെ. ഇനിയൊന്നും ഒരിക്കലും അവർ ആ സീറ്റിൽ എത്താനും പോകുന്നില്ല. എന്ന് അവരുടെ കയ്യിൽ പഴയതുപോലെ ആന്ധ്രയും ഒന്ന് നിൽക്കുന്ന സാഹചര്യം അല്ല. അവിടേക്കൊക്കെ BJP വളർന്ന് കയറിക്കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ നരേന്ദ്രമോദി, അമിത്ഷാ ജി, അതുപോലെ തന്നെ നഡ്ഡാജി, സന്തോഷ് ജി, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടത്, അഭിനന്ദിക്കേണ്ടത് ഒരു പരിധിവരെ അവിടെയാണ്. കാരണം 2004 എന്തുകൊണ്ടാണ് BJP തോക്കുന്ന സാഹചര്യം ഉണ്ടായത്? 98-99 കാലഘട്ടത്തിൽ സംഘടനാപരമായി നമ്മൾ എവിടെയാണോ വളർന്നിരുന്നത് അവിടെ തന്നെയാണ് നമ്മൾ 2004 നിന്നിരുന്നത്. ഇപ്പൊ നോക്കൂ, നമുക്ക് UP പ്രതീക്ഷിച്ച സീറ്റുകൾ വന്നില്ല. അന്നും ഇതുപോലെയായിരുന്നു, 50 സീറ്റുകളോളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ 20-ൽ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UP ഒരു 10-30 സീറ്റ് കുറയുന്നതോടുകൂടി അധികാരത്തിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ UP 60-ലധികം സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും ഒരു 25 സീറ്റുകൾ കുറഞ്ഞാണ് UP കിട്ടിയത്. 6 സീറ്റ് കുറഞ്ഞാണ് രാജസ്ഥാനിൽ കിട്ടിയത്. ഒരു 10 സീറ്റോളം മഹാരാഷ്ട്രയിൽ കുറഞ്ഞു. ഇത്രയും കുറഞ്ഞിട്ട് പോലും BJP 240-ൽ താഴേക്ക് തള്ളാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് വളർന്നു കയറിയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ നമ്മൾ ഒരു സീറ്റ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് 5000 വോട്ടിനോ 1000 വോട്ടിനോ ഒന്നും കടന്നുകൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 76,000 വോട്ടിന്റെ ആധികാരികമായ വിജയമാണ്. ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്ന വോട്ട് ചെറുതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ നരേന്ദ്രമോദിജി എത്രമാത്രം എഫേർട്ട് എടുത്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വരവായിരുന്നാലും ശരി തന്നെയാണ്, അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിരുന്ന പദയാത്രകളായിരുന്നാലും ശരി തന്നെയാണ്. അമ്മാതിരി എഫേർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ട് വന്നെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നമ്മൾ തോറ്റിട്ടുണ്ടാകും, സാരമില്ല. പക്ഷെ നമ്മൾ ഗംഭീരമായ വളർച്ചയാണ് വോട്ട് ബേസിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ വളർന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ചു നേരത്തെ പ്രതിപക്ഷ മുന്നണിയുടെ, അദ്ദേഹത്തെ ആരാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പ്രതിപക്ഷ മുന്നണി ആന്ധ്രാപ്രദേശിൽ ഒരു ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു പറയാനുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NDA മുന്നണി ADMKയുമായിട്ട് തമിഴ്നാട്ടിൽ ഒരു മുന്നണി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 20-ലധികം സീറ്റുകളിൽ BJPയുടെയും ADMKയുടെയും വോട്ട്, ഈ BJPയുടെ ADMKയുടെയും വോട്ട് ട്രാൻസ്ഫർ ആവുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം മുൻപും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ഇപ്പൊ SP വോട്ട് BSPയിലേക്കും BSP വോട്ട് SP-യിലേക്കും ട്രാൻസ്ഫർ ആകാത്ത പോലത്തെ പ്രശ്നം BJP ADMK വോട്ടുകൾ തമ്മിലില്ല. പക്ഷെ ഇത് രണ്ടും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് 39 സീറ്റുകൾ അവിടെ ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 30 സീറ്റുകളിലേക്ക് NDA മുന്നണി തമിഴ്നാട്ടിൽ തന്നെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ അവിടെ വോട്ട് ബേസ് വളരെ വലുതായിട്ടുണ്ട്. ഒറീസയിൽ ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ലോക്സഭാ സീറ്റുകൾ ഓൾമോസ്റ്റ് നമ്മൾ തൂത്തുവായി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംഘടനാപരമായി BJP മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. ഒരിടത്ത് ക്ഷീണം സംഭവിച്ചാൽ മറുവശത്ത് നമുക്ക് സീറ്റ് വളരെ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടുന്ന ഒരു സാഹചര്യം. ഒന്ന്. രണ്ട് പറയുന്നത്, BJP ഒറ്റയ്ക്ക് നേടിയിരിക്കുന്ന സീറ്റുകൾ പോലും ഈ മുഴുവൻ മുന്നണി സമൂഹങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. BJP 240
240+ നിൽക്കുന്ന സമയത്ത് ഈ മുന്നണി എല്ലാം കൂടി ചേർന്ന് പ്രതിപക്ഷ മുന്നണി ഇത്രയും വലിയ കോലാഹലങ്ങളും പ്രചരണങ്ങളും എല്ലാം നടത്തിയിട്ടും 230 എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എത്തുന്നത്. ഒരാൾക്ക് പോലും ഇതുവരെ 3 ഡിജിറ്റ് തൊടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ അവരിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരെന്തോ വലിയ വിജയം നേടിയതായിട്ടാണ് പറയുന്നത്. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെയാണ് ഇവർ വലിയ വിജയം നേടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. 10 വർഷം പ്രതിപക്ഷത്തിൽ നിന്നിട്ട് ഈ ഗവൺമെന്റ് എന്തൊക്കെയോ സംവിധാനങ്ങളെ അട്ടിമറിച്ചു, ഇലക്ഷൻ കമ്മീഷനെ അട്ടിമറിച്ചു, വോട്ടർ മെഷീനെ അട്ടിമറിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കി അവർക്ക് ഉന്നയിക്കാൻ നല്ലൊരു ആരോപണം ഇല്ലാത്തത് കൊണ്ട് ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആരോപണങ്ങൾ എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ജാതി സംവരണം നിർത്തലാക്കും, പിന്നെന്താണ് മറ്റൊക്കെയോ അട്ടിമറിക്കും എന്നൊക്കെ ഉള്ള തലത്തിലുള്ള കുറെ പുതിയ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആരോപണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഈ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒക്കെ പല ജാതി വിഭാഗങ്ങൾക്കിടയിലും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പോലും അവർക്ക് ഒരു മുന്നണി എന്നുള്ള നിലയിൽ പോലും BJP ഒറ്റയ്ക്ക് മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പൊളിറ്റിക്കലി നിൽക്കുന്നത്. ഇത് BJPയുടെ അസാമാന്യമായ വിജയമാണ് എന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ജനം വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്കാണ്, ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് NDA മുന്നണിക്കാണ്. നമ്മൾ ഒരു ഹയർ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു, നമ്മൾ അതിൽ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മാത്രം അതൊരിക്കലും ഒരു പരാജയമായിട്ട് മാറുന്നില്ല. കാരണം 100-ൽ 100 വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാള് ഒരിക്കലും 80-82 മാർക്ക് മേടിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒക്കെ നമ്മളൊന്ന് താഴേക്ക് പോയി എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ ജനറലി അതൊരു ഉഗ്രൻ പെർഫോമൻസ് തന്നെയാണ്. ആന്ധ്രാപ്രദേശും ഒഡീഷയും കൂടി ഇതോടൊപ്പം ചേർത്ത് വെക്കപ്പെടേണ്ടേ യുവരാജ് ഗോകുൽ? അതാണ് പറഞ്ഞത്. ഒറീസയിൽ നമ്മൾ ഭരണത്തിലെത്തി. ഒറീസ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ നോക്കണം. 2014 ശേഷം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് BJP ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വന്നത്? ഹരിയാനയിൽ അതിനു മുമ്പ് BJP ഇല്ല എന്ന് തന്നെ പറയണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് 5 സ്റ്റേറ്റിൽ എന്തോ നടക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഈ 5 സ്റ്റേറ്റിലുമായിട്ട് നടക്കുമ്പോൾ 5 സ്റ്റേറ്റിലും കൂടെ BJPക്ക് 5 MLA-മാരാണുള്ളത്. അത് ആസാമിൽ നിന്ന് മാത്രമാണ്. അതായത് ആസാമിൽ ആകെ 5 MLA-മാരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ആസാം നമ്മൾ 2 ടേം ഭരിച്ചു കഴിഞ്ഞു, 2 ടേം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു സംസ്ഥാനത്തേക്ക് ഒറീസയിലേക്ക് നമ്മൾ വളർന്നു കയറിയിരിക്കുകയാണ്. പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ബംഗാളിൽ നമ്മൾ കണ്ടതാണ് BJP സ്ഥാനാർത്ഥിയുടെ പേരിന്റെയും ചിഹ്നത്തിന്റെ മുകളിൽ ടേപ്പ് വലിച്ചൊട്ടിച്ചിരിക്കുകയാണ്. അതായത് അവിടെ വോട്ട് ചെയ്യാൻ വോട്ടർക്ക് അവകാശമില്ല ആ ബൂത്തില്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഉത്തർപ്രദേശിലെയോ ഗുജറാത്തിലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെയോ ഒക്കെ ഏതെങ്കിലും ഒരു ബൂത്തിലാണ്, BJPക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ കാക്കക്കൂട്ടി കല്ലിട്ട പോലുള്ള കരച്ചിലുകൾ കാണേണ്ടി വരുമായിരുന്നു. ഒരാളെങ്കിലും ഇവിടെ സംസാരിക്കുന്നുണ്ടോ? ഇവിടെ ഒരാളെങ്കിലും അതിനെതിരെയൊക്കെ ശബ്ദം ഉയർത്തുന്നുണ്ടോ? ബംഗാളില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു BJP നേതാവിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയി. ആരെങ്കിലും ഇവിടെ ശബ്ദിക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ? ഇല്ല. ഒരാൾക്കും പറയണ്ട. ഇത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് സാഹചര്യം. അപ്പോ ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ ഔട്ട്റേജുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ തോറ്റു എന്നുള്ളതല്ല, നമുക്ക് വിചാരിച്ച അത്ര സീറ്റുകൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഉത്തർപ്രദേശിൽ നമ്മൾ 60 സീറ്റ് ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് 20-ലധികം സീറ്റുകളിൽ നമ്മൾ തോറ്റു. രാജസ്ഥാനിൽ നമ്മൾ 25 ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് 10-11 സീറ്റുകളിൽ നമ്മൾ തോറ്റു. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നുണ്ടോ? അവിടുത്തെ സംവിധാനത്തിന്റെ കുറ്റം പറയുന്നുണ്ടോ? എന്തിന് 12 സീറ്റിലേക്ക് മാത്രം ബംഗാളിൽ നമ്മൾ ഒതുങ്ങേണ്ടി വന്നിട്ട് നമ്മൾ അതിനെതിരെ പോലും ഒരു പരിധി വിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പരിഹരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ജനാധിപത്യ സംവിധാനങ്ങളിൽ നമുക്കുള്ള വിശ്വാസം കൊണ്ടാണത്. നമുക്ക് ജനങ്ങളിലാണ് വിശ്വാസം. അതുകൊണ്ടാണ് എത്രയൊക്കെ പോയാലും ഇതിനും താഴേക്ക് നമ്മൾ പോകില്ല എന്നുള്ള ഉറപ്പ് നമുക്കുള്ളത്.